അഖിൽ മരാറിന്റെ ഒരു വോയിസ് നമ്മുടെ 2020 അങ്ങോട്ട് പുറത്തോട്ട് വിട്ടു. പുറത്തോട്ട് അങ്ങ് ഇറക്കി അങ്ങ് വിട്ടു. അതെന്തിനാണെന്ന് വെച്ചാൽ അഖിൽ മരാർ ഈ പറഞ്ഞ ആളെ കുറ്റം പറയുകയൊക്കെ ചെയ്തപ്പോൾ അയാൾക്ക് വേറെ വഴിയില്ലാതെ ചെയ്താന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടേ, അതാണല്ലോ നമ്മുടെയൊക്കെ പരിപാടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത വരുമ്പോൾ വോയിസ് കേൾക്കാൻ ഭയങ്കര രസമുണ്ട്. രസമെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക വോയിസ് ആണ്. അത് കണ്ടന്റ് ഭയങ്കരമാണ്. ഇതിനകത്ത് രസം എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ അഖിൽ മരാറിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതും പറഞ്ഞ് ഏത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. കോർപ്പറേഷൻ സ്ഥാനങ്ങൾക്ക് വേണ്ടി വിലപേശൽ നടത്തുന്ന ഓഡിയോയാണ് പുറത്തുവിട്ടത്. പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാക്കണം. ഇത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ഇതെന്തോ ഇത് ഇതിനകത്തെ ഈ പറയുന്ന കേട്ടാല് എന്താ പറയാ, നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇതിന് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അഖിൽ മരാർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്ത് ശരിയായില്ലെന്നൊക്കെ അല്ലേ? സത്യത്തിൽ അഖിൽ മരാർ വേറെ എന്താ ചെയ്യണ്ടേ? ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവർ ചെയ്യുന്ന ഇതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു MLA, ഒരു MP, ആരും ആയിക്കോട്ടെ, രാഷ്ട്രീയ പ്രവർത്തകർ ആരും ആയിക്കോട്ടെ, ഇലക്ഷൻ നിൽക്കാനായിട്ടുള്ള പ്ലാൻ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ പാർട്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ കച്ചറയാണ് നടക്കുന്നത്. അതിനകത്ത് അഖിൽ മരാറിന് പ്രത്യേകതയൊന്നും ഇല്ല. ഇത് ഏതായാലും കേട്ടത് നന്നായി. എല്ലാവരും അറിഞ്ഞല്ലോ എന്താണ് ഇവരൊക്കെ തമ്മിലുള്ള സംസാരം എന്ന് മനസ്സിലായില്ലേ? ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ അവൻ ഇങ്ങനത്തെ കുറെ കണ്ടീഷൻസ് ഒക്കെ വെക്കും. പാർട്ടിക്കാരാണ് പിന്നെ പറയണ്ട. എന്തിനധികം പറയുന്നത്, മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കിടന്ന് എത്ര നാൾ കഴിഞ്ഞൊരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായിട്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞ മഹാപാർട്ടി പ്രതിപക്ഷ നേതാവ് ആരാന്നറിയാൻ വേണ്ടി പിന്നെയും കുറച്ചാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം ഈ പാർട്ടി ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാ. ഇത് അഖിൽ മരാർ ഇതിനകത്ത് വ്യത്യസ്തനൊന്നും ആകുന്നില്ല. അഖിൽ മരാർ പറഞ്ഞ ഓഡിയോ പുറത്തു വന്നേ ഉള്ളൂ. മറ്റവരൊക്കെ തമ്മിൽ ഓഡിയോ ഒന്നും പുറത്തു വിടാത്തതുകൊണ്ട് എല്ലാത്തിനും എന്തിനാ ഓഡിയോ? ഇവന്മാർ ഈ കിടന്ന തമ്മിൽ തല്ലും ബഹളവും കണ്ടിട്ട് എന്തോ മനസ്സിലായത് നിങ്ങൾക്ക്? ഇവിടെ അവരുടേതായ രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള നല്ല രീതിയിൽ നല്ല പൈസ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് എല്ലാവരും നോക്കുന്നത്. മനസ്സിലായി? അതല്ലാത്തൊരാളെന്ന് പറയാനായിട്ട് ഇവിടെ ഇത് ഞാൻ മാത്രമേ ഉള്ളൂ. അത് മിസ്സായി. ഒരു കൊതുക് പറന്നു വരുന്നുണ്ടാണ്. ഇനി അതിനെ കൊല്ലുന്ന വരെ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. ഇവിടെ അല്ലാത്ത രീതിയിൽ ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആക്കാനും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ട്രാൻസ്പെറന്റ് ആക്കി എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. എനിക്കെന്തോ ഗുണമുള്ള ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഒരു സ്ഥാപനമാണ്. പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ അവിടെ പവർഫുൾ ആയിട്ടൊരു പൊസിഷനും ഇല്ല, വ്യക്തികൾക്ക് വലിയ പ്രസക്തിയില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ പുല്ലുവില. ഇവിടെ നടക്കുന്നത് ഇതാണ്, ഇവൻ പറഞ്ഞ കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? സ്ഥിരമായ അക്കോമഡേഷൻ വേണമെന്ന്. എന്തായാലും നിനക്ക് അക്കോമഡേഷൻ ഇല്ലേ, ഫ്ലാറ്റ് ഒക്കെ മേടിച്ചല്ലേ നാട്ടുകാർ. അപ്പോൾ ഒന്നാലോചിക്കുക, എല്ലാവരും ഇത് വിലപേശലും ഇങ്ങനെ അവരവരുടെ കേസ് വീർപ്പിക്കാനുള്ള ഓരോരോ മാർഗങ്ങളും, ഇന്ന പൊസിഷൻ വേണം, അത് വേണം, ഇത് വേണം. എന്തിനാ? മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ അറിയാമല്ലോ. അതിനിടയിൽ കിടന്ന് ആരായിരിക്കും മുഖ്യമന്ത്രി? ഇത് അയാളാണോ ഇയാളാണോ? കുറച്ച് ദിവസം കണ്ടില്ല. എന്നിട്ട് അതിനെപ്പറ്റി ട്രോളും വാർത്തയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അതിനിടയ്ക്ക് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഇയാൾ പോയി എങ്ങാണ്ട് മംഗലാപുരത്ത് പോയി ആരാണ്ടൊക്കെ കണ്ടു, ഏതാണ്ടൊക്കെ ഡീല് ഏതാണ്ടൊക്കെ പറയുന്നു. പിന്നെ മദ്യ നയം എന്നൊക്കെ പറഞ്ഞ് അതിന് വേറെ ഡീല്. ഇതെന്നൊക്കെ വെച്ചാൽ എല്ലാവർക്കും നല്ല ലാഭമുള്ള കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ പ്രയത്നിക്കുന്നതായി കാണുന്നത്. അതേസമയം ഇവരാരും എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആക്കാം, ഈ അഴിമതി എല്ലാം നമുക്ക് നിർത്തിയേക്കാം, ഇനി ഒരിക്കലും ഒരു അഴിമതി നടക്കാതിരിക്കാൻ നമുക്ക് ഇത് മതിയല്ലോ എന്ന് പറയാത്ത എന്താണ്? ഇതെന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പറയാൻ പറ്റുന്നത്? ഇത് കേട്ടിട്ട് എന്താ ആരും ഒന്നും പറയാത്തത്? നിങ്ങൾക്ക് കേട്ടിട്ട് എന്താ തോന്നിയത്? ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആയ നല്ലതാണോ ചീത്തയാണോ? നിങ്ങൾ പറ. ട്രാൻസ്പെറന്റ് ഗവർണൻസ്, ഗവൺമെന്റ് ഫിംഗർ ടിപ്പ് എന്ന് പറയുന്ന ഈ ആശയം നല്ലതാണോ ചീത്തയാണോ? എന്നിട്ട് നമുക്ക് ഇവരെ പറ്റിയൊക്കെ ഇതൊന്നും സംസാരിക്കേണ്ട വിഷയം പോലും അല്ല. ഒറ്റ കട്ടാണ് പ്രശ്നം എല്ലാം പരിഹരിക്കുകയാണ്. ആ പ്രശ്നം ഇത്തിരി എല്ലാ കച്ചറയും നിൽക്കുകയാണ്. അഴിമതിക്ക് സാധ്യതകൾ ഒരു 90% ഇല്ലാണ്ടാക്കുകയാണ്. ഇനി അഥവാ വലിയ അഴിമതി കാണിച്ചാലും അത് പിടിക്കപ്പെടാനുള്ള സാധ്യത ബാക്കി 10% കിടക്കുന്നവർക്ക് എന്തുകൊണ്ട് അഴിമതി കാണിക്കാനുള്ള അവസരങ്ങൾ കാണുമായിരിക്കും, 10% എവിടെയും കാണുമായിരിക്കും. പക്ഷെ അവർ പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ അപ്പോൾ 100% ട്രാൻസ്പെറന്റ് ആണ്. ഇതിനകത്ത് എന്ത് മനസ്സിലാവാത്തത്? ഏതാ നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്ന് പറയാമെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇത് ആരും ഒന്നും പറയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കും, ഇത് ശരിയോ, ഇത് നല്ലതോ? അത്ര ആലോചിച്ചാൽ ഇത് ആര് പറയുന്നുള്ള എടുക്കണ്ടേ? ഇത് എല്ലാവർക്കും ഒരുപോലെ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും മമ്മൂട്ടി പറഞ്ഞാലും മോഹൻലാൽ പറഞ്ഞാലും പിണറായി വിജയൻ പറഞ്ഞാലും പൂക്കി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഒരുപോലെ ഉള്ളൂ. അതിപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞാലും ഓക്കെ. അതിനകത്ത് പിന്നെ അവർക്കൊന്നും വലിയ സ്ഥാനങ്ങളില്ലെന്ന്. ഇത് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ നിങ്ങളൊക്കെ ഇങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഡിമാൻഡ് ചെയ്യണം, അല്ലാതെ നടക്കത്തില്ല. ഇതിനിപ്പോൾ ഞാൻ പറയുന്നതുകൊണ്ടാണെങ്കിൽ നിങ്ങളങ്ങ് പറ. ഇതിനകത്ത് ആർക്കും ഒരു ക്രെഡിബിലിറ്റി ഒന്നും ഇല്ല. ഇതിനകത്ത് ഒരാൾക്കും ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ക്രെഡിറ്റും ഇല്ല. ക്രെഡിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഇല്ല. എനിക്കൊരു ക്രെഡിറ്റ് ആയിട്ടൊന്നും എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കാമെന്ന് പറ്റില്ല. ചിലപ്പോൾ ആദ്യം പറഞ്ഞെന്നുള്ളത് ശരിയായിരിക്കും, പിന്നെ ഇത് പ്രാവർത്തികമാക്കാൻ എനിക്ക് വേണമെങ്കിൽ അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യുകയും ചെയ്യും. അത് അവസരം കിട്ടിയ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആൾ ചെയ്യട്ടെ. നമ്മുടെ ആവശ്യം അതൊന്നുമല്ല. ഒരാളുടെ ഈ പേരും പൊക്കിയെടുത്ത് പ്രതിമയും പണിത് ഏതെങ്കിലുമൊക്കെ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് പേര് എഴുതി വെക്കുന്നൊന്നും വലിയ കാര്യമൊന്നുമല്ല. നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ പേര് അവശേഷിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കുറെ ഗാന്ധിയുടെ പ്രതിമ ഇരിക്കുന്നു. ഗാന്ധിക്ക് എന്ത് പറയാനും? ഗാന്ധിക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഈ എന്താ പറയുക, നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടിൽ ഏറ്റവും നല്ല സാഹചര്യത്തിൽ നല്ല ചുറ്റുപാടുണ്ടാക്കാം. അങ്ങനെയല്ലേ?
അല്ല നമ്മളിപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നതല്ലേ, ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടല്ല. ഇപ്പോൾ ഒരു റോഡ്, നല്ല റോഡ് വന്നാൽ നമുക്കല്ലേ പറയാൻ, അത് എത്രയും പെട്ടെന്ന് വരുത്തുക എന്നുള്ളതാണ്. അതിന്റെ പണി എത്രയും ഫാസ്റ്റായിട്ട് ചെയ്യിക്കുക, വളരെ മെച്ചപ്പെട്ട ഒരു ക്വാളിറ്റിയിൽ അത് നടത്തിയെടുക്കുക, അതല്ലേ വേണ്ടത്. അല്ലാതെ എന്നോ ഒരിക്കലും എന്തോ ആകുമെന്ന് പറയുന്നതൊക്കെ നടക്കായി അല്ല, അതൊക്കെ അന്നുള്ളവർ ചെയ്തോളൂ. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഈ നിരങ്ങി ഇനിയുള്ള ആയുസ് മൊത്തം ഇവിടെ നിരങ്ങേണ്ടി വരും. ഇപ്പൊ എന്റെയൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഇനി അധികം നാളെ ജീവനോട് ഇരിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ഓൾറെഡി ആർട്ടും ലിവർ, ലങ്സ് ഒക്കെ ഏകദേശം ഒരു പരിവായി കാണും. കിഡ്നി ആകെ എന്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന എന്റെ തലച്ചോർ ബുദ്ധിയാണ്. എനിക്കൊന്നും അതും എല്ലാം പൊട്ടിത്തെറിക്കുമെന്ന് അറിയത്തില്ല. ഇനി തലയ്ക്ക് ഇടി കിട്ടി കഴിഞ്ഞു, സാധനം തലക്കെട്ട് ഇടിക്കുകയൊക്കെ ചെയ്തു, തല എന്തോ അവർക്ക് പ്രശ്നമാണ്. എന്താണേലും അപ്പൊ ഞാനിങ്ങനെ പറയുന്നതൊക്കെ കേട്ടാൽ ചിലപ്പോൾ തമാശ എടുക്കരുത്, അത് തമാശയല്ല, ഇത് വളരെ സീരിയസ് ആണ്. നിങ്ങൾ ഓരോരുത്തരും സീരിയസ് ആയിട്ട് ചിന്തിക്കുക. ട്രാൻസ്പെറന്റ് ആവുന്ന അവസ്ഥകളെ പറ്റി ഈ ഗവൺമെന്റ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ കണക്കും നമ്മൾ അറിയുവാണെങ്കിൽ ആർക്കെങ്കിലും വെട്ടിക്കാനോ തട്ടിക്കാനോ ഈ പാലം പൊളിഞ്ഞ് വീഴുവോ അല്ലെങ്കിൽ റോഡൊക്കെ ഇങ്ങനെ എപ്പോഴും കുഴിയാകത്തൊന്നുമില്ല. നല്ല ടാറിങ് ചെയ്ത് ഇത്രയും കുഴിയാകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ഈ പരീക്ഷകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഒരു പരീക്ഷ പേപ്പറും ചോരാൻ പോകുന്നില്ല. ഒരു പിൻവാതിലും മുൻവാതിലും സൈഡ് വാതിലും നിയമനങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ ഗ്യാരണ്ടീഡ് ആണ്. അത് ചിന്തിച്ചു തുടങ്ങ്. AI വന്നിട്ടുണ്ട്, 5Gയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതേപോലത്തെ അഖിൽമാരാറിന്റെ ഇത്തിരി പ്രസംഗമൊക്കെ കേട്ടിട്ട് എല്ലാം അവനൊക്കെ വിളിച്ച് പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ടിട്ടോ ഇത് ഇങ്ങനെ ഇപ്പോഴാണോ, അയ്യോ അവൻ പറഞ്ഞു, അവനല്ല, എല്ലാവരും അങ്ങനെയാ. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തുനിന്ന് ഊരാൻ ഒരു വഴിയേ ഉള്ളൂ, വേറെ ഒരു മാർഗ്ഗവും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇവിടെ സമരം ചെയ്ത ഒരു മന്ത്രി അങ്ങോട്ട് രാജിവെപ്പിച്ചാലും തീരുന്ന പ്രശ്നമല്ല ഇത്. ഇനി അടുത്ത സമരം കൊണ്ട് കർഷകർ വരുന്നത്. ഇതിനെല്ലാം സൊല്യൂഷൻ ഉണ്ട്. ഇത് പെർമനന്റ് സൊല്യൂഷനാണ്. അത് ഇത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് നമ്മളുടെ ജീവിതം, നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യം പെട്ടെന്ന് നന്നാക്കാനാണ് നോക്കണ്ട. അല്ലാതെ എന്തെങ്കിലും ഒരിക്കലും ആരോ ഒരാൾ വന്നങ്ങ് നന്നാക്കും, ഉരുട്ടി വായി കൊണ്ടുവരും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി. അതിന്റെ ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ഞാൻ ഉരുട്ടി വായി കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് പ്രൂവ് ചെയ്താലേ നടക്കത്തുള്ളൂ എന്ന് ഞാൻ നടക്കാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും എനിക്കെന്തോ ഇത്ര നിർബന്ധമെന്ന് ഞാൻ ആലോചിക്കും. ചേട്ടാ, ഈ പറഞ്ഞ പലർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അത്രയും ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നില്ലെന്നേ. എനിക്കെന്തോ ഇത്ര വല്ലാത്ത കടി ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എന്റെ കാര്യങ്ങൾക്കാണ്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ നിങ്ങൾക്ക് വിചാരിക്കുന്നത്? അയ്യേ, ഞാൻ ഇതിനിടയിൽ കൂടെ നല്ലപോലെ മെഴുകി പോകുന്ന ആളാ. മനസ്സിലായില്ലേ? ഈ സിസ്റ്റത്തിനകത്ത് സകല ഊടും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടായിരിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ട് ഇത്രയും നാളുണ്ടായിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഞാൻ പല രാജ്യങ്ങളിലും പോയി കറങ്ങിയിട്ടും എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ അടിച്ച് പൊളിച്ച് തൊലിച്ച് മറിച്ച് നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ചാരിറ്റി തട്ടിപ്പുകൾ കണ്ടപ്പോൾ അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന വെബ്സൈറ്റും ആപ്പും ഇപ്പോൾ ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ ആപ്പ് കിടപ്പുണ്ട്. വെബ്സൈറ്റ് നിങ്ങൾക്ക് കയറി നോക്കാം. ട്രാൻസ്ഫറിലായിട്ട് ഫണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിക്കോ. അതിപ്പോൾ തൽക്കാലം ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിന് അപ്ഡേഷൻ ചെറിയൊരു പ്രശ്നം, സിസ്റ്റം പ്രശ്നമായതുകൊണ്ട് മാത്രം വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഇന്ത്യയിലെ വെബ്സൈറ്റ് ആണത്. എല്ലാ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്തുകൊണ്ട് ഫണ്ട് റൈസിംഗ് ആൻഡ് ഫണ്ട് മാനേജിംഗ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് ഈസി ആയിട്ട് ഇത് ട്രാൻസ്പെറന്റ് ആയി കാണിക്കാൻ അറിയാം. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അറിയാം. മനസ്സിലായി? ഏത് സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ ആ സാധനം പ്രസന്റ് ചെയ്ത് കാണിച്ചു തരാം എന്നാണ് പറയുന്നത്. ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സാധനം കിടപ്പുണ്ട്. ട്രാൻസ്പെറന്റ് ആയിട്ട് ഫണ്ട് മാനേജ് ചെയ്യുന്ന ആദ്യത്തെ ഒരു സംരംഭം ഒരാൾ ഇവിടെ തുടങ്ങി വെച്ചിട്ട് ഇതൊന്നും ആർക്കും എടുക്കുന്നില്ല. ഞങ്ങൾ പഴയതുപോലെ തന്നെ ചാരിറ്റി തട്ടിപ്പൊക്കെ അവിടെ നടന്നോട്ടെ. ചാരിറ്റി തട്ടിപ്പിനുള്ളൊരു സൊല്യൂഷനാണ്. സിസ്റ്റമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ ആയിട്ടുണ്ട്. അതിന്റെ 90% തട്ടിപ്പ് നിർത്തിയിട്ടുണ്ട്. ഇത് ഫോഴ്സ്ഫുള്ളി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് ഇവിടെ ചാരിറ്റി പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആപ്പ് ഇല്ലാതെയോ നിങ്ങൾ നടത്താൻ പാടില്ല എന്ന് കർശനമായ ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫുൾ ചാരിറ്റിക്കാരും തട്ടിപ്പ് നിർത്തേണ്ടി വരും. മനസ്സിലായി? അതാണ് ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന്റെ പരിപാടി. അല്ല, അതൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സിസ്റ്റമാണ് നമ്മൾ ഗവൺമെന്റിന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും തട്ടിപ്പ് നിൽക്കും. നിങ്ങൾ ഈ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ നിന്ന് തട്ടിക്കാനുള്ള ലൂപ്പോൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഞങ്ങൾ തട്ടിക്കാൻ പോകുന്നത്, നിങ്ങൾ പൈസ ഇട്ട് നോക്ക്, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ, അതിനെ അപ്പം സോൾവ് ചെയ്യും. അങ്ങനെയായിരിക്കും ഈ ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആകുമ്പോൾ സംഭവിക്കുന്നത്. അവിടെ എന്തെങ്കിലും തെറ്റോ കുറ്റോ കുറവോ എന്ത് കണ്ടാലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായി? ഇപ്പോൾ ചാരിറ്റി വിത്ത് ക്ലാരിറ്റിക്കകത്ത് നിങ്ങൾ പൈസ ഡൊണേറ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്റെ ഡൊണേഷൻ അവിടെ എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു തരും എങ്ങനെയാണ് അത് കാണിക്കുന്നത്. അവിടെ എത്തിയെന്നുള്ളതിന്റെ തെളിവ് വരെ കാണിച്ചു കൊടുക്കുക. അതിനകത്ത് തന്നെ ഉണ്ട്, തെളിവെല്ലാം കിട്ടും. ഇവിടെ കൊടുത്ത പൈസ അവിടെ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തും. ഇതിനിടയിൽ ആൾക്കാർക്ക് സാലറി എടുക്കുന്നുണ്ട്, സർവീസ് ചാർജ് എടുക്കുന്നുണ്ട്. അത് എത്രയാണ്, ആരൊക്കെ എത്ര സാലറി എടുത്തു, അല്ലെ ഈ ട്രസ്റ്റിന് വേണ്ടി എന്തോരം പൈസ ചിലവായി, ഇതിന്റെ എല്ലാം കണക്കുകൾ കൃത്യമായിട്ട് കാണിക്കുന്ന ഒറ്റ സൈറ്റോ ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് എവിടെയില്ല. അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാമെങ്കിൽ ഞാൻ വല്ലതും തരാം. അതായത് ഫുൾ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാലുണ്ടല്ലോ അവിടെ ഉള്ളവരുടെ സാലറി അടക്കം അറിയണം. മനസ്സിലായി? അവിടെ ആ ട്രസ്റ്റ് എന്തോരം പൈസ ചിലവാക്കുന്നത് എന്തിനൊക്കെയെന്ന് അറിയണം. കൃത്യമായ കണക്കുകൾ കാണും. എന്നാലേ ട്രാൻസ്പെറന്റ് ആകത്തുള്ളൂ. അല്ലാതെ ഓഡിറ്റ് ചെയ്ത പേപ്പറും കൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഓഡിറ്റൊക്കെ ഞാൻ നടത്തുന്നുണ്ട്. അത് അതിന്റെ സൈഡിൽ നടന്നോട്ടെ. പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സൈറ്റിൽ ഈ ഓഡിറ്റ് ചെയ്യുന്ന സിസ്റ്റം അല്ലെ ഈ ഗവൺമെന്റിന്റെ അതോറിറ്റി ആർക്കാണോ അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഓഡിറ്റ് ചെയ്യാം. മനസ്സിലായി? അല്ല നമ്മൾ കൊണ്ട് കണക്ക് കാണിച്ചിട്ട് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് എപ്പോൾ വേണേൽ ചെയ്യാന്നേ. അതിന് എന്നെ വിളിപ്പിക്കുക പോലും വേണ്ട. ലോകത്തിന്റെ ഏത് മൂലക്കിരുന്ന് വേണമെങ്കിലും ഏത് സമയത്തും ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതേപോലെ ആയിരിക്കണം ഗവൺമെന്റ്. അതിനകത്ത് ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കൂ, എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ അത് പറയണം. പറയുമ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് റെക്ടിഫൈ ചെയ്തുകൊണ്ട് അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. മനസ്സിലാവുന്നുണ്ടോ? അല്ല, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ എടുത്ത് വെക്കണം. അത് എവിടെ പോയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അത്ര എളുപ്പമായിരിക്കണം ഇത്. എന്നിട്ടാണ് ഊളകളെല്ലാം കൂടെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുക ഇപ്പോഴും. എടാ മണ്ടന്മാരെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും കൊള്ളാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മക്കളൊക്കെ ഉണ്ട്, അവരെ നോക്കിയിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ ചുമ്മാ അറിയാമല്ല, നിങ്ങൾ സ്വയം വേണം. ഇനിയിപ്പോൾ നിങ്ങൾ നശിച്ചു പോയി, ജീവിതം തകർന്നു, ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടാവും. അവരെ നോക്കിയിട്ട് നിങ്ങൾ പറ, നിങ്ങളിത് പ്രചരിപ്പിക്കുക, ഇതിനെപ്പറ്റി ചിന്തിക്കുക, ഇതിനെപ്പറ്റി അറിയാനില്ലെങ്കിൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ.
എന്നിട്ട് ഇത് നമ്മൾ മാക്സിമം പ്രചരിപ്പിച്ച് ഈ കേരളം മുഴുവൻ ഇത് പഠിച്ചിരിക്കണം. എന്നിട്ട് വേണം അടുത്ത ഇലക്ഷന് നമുക്ക് ഈ സാധനം മറിച്ചിടാൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ സംവിധാനം മൊത്തം കറക്കി തിരിച്ച് ഒറ്റയടിക്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാണല്ലോ പിന്നെ ഒരുത്തിന് ഇതിനകത്ത് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഒറ്റ വെട്ടേ ഉള്ളൂ, വെട്ടൊന്ന് മുറി 2. ഇതൊരു പാസ്റ്റാണ്. പിന്നെ ഈ കണ്ടതെല്ലാം അവിടെ പോയത് പോട്ടെ. പക്ഷെ ഇനി അങ്ങോട്ടൊന്നും പോകാൻ അനുവദിക്കാതിരിക്കണ്ടേ? അതിനുവേണ്ടി എന്തിനാ ഈ വീഡിയോ കണ്ടിട്ട് വല്ല കാര്യമുണ്ട്? ഇങ്ങനെ ഞാൻ പറയുന്ന കഥയും കേട്ടിരുന്നാൽ മതി. ഇതൊക്കെ ഈ വ്ളോഗുകാർ പറയുന്ന പോലെ ഞാൻ ചുമ്മാ ഇരുന്ന് പറയുന്നതല്ല, ഇത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നടത്തി ആദ്യം എന്നോട് ചാരിറ്റിയുടെ തട്ടിപ്പ് നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അത് നടക്കത്തില്ല, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എന്നിട്ട് എന്താ നടന്നില്ലേ? ഞാൻ പറയുന്നത് ഇതിപ്പോൾ എല്ലാം കൂടി ഞാൻ കുറെ ഡൊണേഷൻ ഉണ്ടാക്കുന്നതല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ ട്രസ്റ്റും കൊണ്ട് പോയി ഞാൻ ഈ കേരളം മൊത്തം നന്നാക്കാനായിട്ട് എന്റെ കൂടെ ഞാൻ എന്ത് കുറെ കേസ് എടുത്തിട്ട് കുറെ കോടികളുടെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഞാൻ പിന്നെ ഇനോവ ക്രിസ്റ്റയിൽ കൂടി നടന്ന് മറ്റേ കതറൊക്കെ ഇട്ട് നടക്കുന്നു ഷോ. ഇതിനല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്ന് പറയുന്നത് എല്ലാ ട്രസ്റ്റുകളും ഈ സിസ്റ്റം നിർബന്ധമായി ഫോളോ ചെയ്താൽ പിന്നെ തട്ടിപ്പ് നടക്കത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഗവൺമെന്റ് കാര്യം. അല്ലാതെ ഇത് എനിക്ക് മാത്രം റൺ ചെയ്യാനുള്ള സംഭവം അല്ല അങ്ങനെ ഒരു സിസ്റ്റം. അത് മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലാത്തവർ നീ തട്ടിപ്പാണ് ഇവൻ വേറെ ഉടായ്പ കൊണ്ട് വന്നേക്കുവാന്ന്. എന്ത് ഉടായ്പാണെങ്കിലും പറയണം, ആ ഉടായ്പ കാണിച്ചതാ. മനസ്സിലാവുന്നുണ്ട്? അതിനുള്ള ബോധം ഇല്ലാത്തവർ. അതേസമയം ബോധം ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ഈ മനുഷ്യനുണ്ടല്ലേ, നമ്മളേതോ ആരോ എന്നോ പറഞ്ഞിട്ടുണ്ട്, ഈ തെറ്റും കുറ്റവും കണ്ടിട്ട് അതിന് പ്രതികരിക്കാതിരിക്കുന്ന അത്രയും വലിയ ദ്രോഹമൊന്നും സമൂഹത്തിനോട് ചെയ്യാനൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്? മിണ്ടാതിരിക്കുന്നതാണ് ഇങ്ങനെ ഈ ബോധമുള്ളവ മിണ്ടായിരിക്കരുത്. മനസ്സിലായി? ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. ഇപ്പൊ ഈ ചാറ്റ് ഹോൾഡേഴ്സിന്റെ കേസിലും ഈ ട്രാൻസ്ഫർ ഗവർണൻസിന്റെ കേസിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ മെസ്സേജ് ചെയ്യണം. കൂടുതൽ ഇത് എന്തെങ്കിലും പ്രചരിപ്പിക്കാനുള്ള വഴികൾ നോക്കണം. അല്ലാതെ എങ്ങനെ ശരിയാവുന്ന ഇത് ഈ കറക്റ്റഡ് ആയിട്ടുള്ള ഇത്തരം തട്ടിപ്പും വെട്ടിപ്പും ഉടായ്പ മാത്രം ചെയ്ത് ജീവിക്കുന്ന നാട്ടുകാരുടെ പൈസയ്ക്ക് പൊട്ടടിച്ച് ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ഇത്തരം സിസ്റ്റം ഉണ്ടാക്കി വെച്ചേക്കുന്നിടത്തുനിന്ന് സാധാരണപ്പെട്ട മനുഷ്യർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ചുറ്റുപാടെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടി എന്താ പറയണ്ടേ ബെറ്റർ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ എന്താ പറയണ്ടേ ഈ ചുറ്റുപാട് മൊത്തത്തിൽ ഈ റോഡും പാലം എല്ലാം കണക്കാ. ഇതെല്ലാം ഒന്ന് മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹാപ്പിനെസ് ഇൻഡെക്സ് ഒന്ന് കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് മാറ്റം വരുത്തണമെങ്കിൽ, ഇവിടുത്തെ എന്താ പറയണ്ടേ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഇവിടുത്തെ ഈ ആളുകളുടെ സ്വഭാവം അടക്കം മാറണ്ടേ, സിവിക് സെൻസ് വേണ്ടേ, കൾച്ചർ വേണ്ടേ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഫിനാൻസ് എല്ലാം മെച്ചപ്പെടും. എല്ലാം നല്ലാവത്തേ ഉള്ളൂ. ഒരിക്കലും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇവിടുത്തെ രാഷ്ട്രീയവും മതവും എല്ലാം ഇവിടെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ ഒരു കാരണവശാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇവിടുത്തെ പോലീസ് എല്ലാം നന്നാവും, കോടതി അടക്കം നമ്മൾ നന്നാക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഫാസ്റ്റ് ആക്കി കാണിച്ചു തരാം. അതിന് എല്ലാവരോടും സഹകരിക്കണം. അതിനകത്ത് ഈ ജഡ്ജ് അടക്കം ഉള്ളവർ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ വെച്ചോണ്ടിരിക്കുന്ന എല്ലാവരും ചെയ്തങ്ങ് ശരിയാക്കിക്കൂടെ? ഇതിനകത്ത് എന്ത് ചിന്തിക്കുന്നേ? ആർക്കെന്ത് നഷ്ടം? എല്ലാവർക്കും നല്ലതല്ലേ? ഇതിനകത്ത് പ്രകൃതിയിൽ മുഴുവൻ ജീവജാലങ്ങൾക്ക് മൊത്തം നല്ലതാണ്, മണ്ണിന് വരെ നല്ലതാ. മനസ്സിലായോ? അത്രയും അഴിമതി എടുത്ത് കളയുന്നത്. ഫുൾ കറപ്ഷൻ എടുത്തങ്ങ് മാറ്റി കഴിഞ്ഞാൽ സംഭവം എല്ലാവരും ഈക്വലായി, എല്ലാ സിസ്റ്റവും ഓക്കെ ആയി, എല്ലാവരുടെയും കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആ വിഷയത്തിനകത്ത് എവിടെ ഇല്ലത്. ഒരുപാട് പേര് നശിക്കുന്നു, വേറൊരു കൂട്ടർ നന്നാവുന്നു, അങ്ങനെയല്ല. എല്ലാവർക്കും ഒന്നിച്ച് ഒരുപോലെ നല്ല രീതിയിൽ ഈ ജാതി മത രാഷ്ട്രീയ സാംസ്കാരിക ഭാഷ രാജ്യഭേദമന്യേ ഒരു ഇക്വാളിറ്റി പോസിബിൾ ആണെന്ന് ട്രാൻസ്പെറൻസിയിൽ. ഇത് എങ്ങനെ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കാതെ മനസ്സിലാവത്തില്ല. ഇത് എനിക്ക് ഇത്രയും എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ കണ്ടില്ലേ ഈ അഖിൽമാരാണെന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കലൊന്നും അല്ല പണി. അത് കഴിഞ്ഞു. ഞാൻ ഈ ചാറ്റ് തട്ടിപ്പ് കണ്ടു മടുത്തപ്പോൾ ഞാൻ ഇപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിൽ ഇമാരെല്ലാം ഈ നാട്ടുകാർ വിളിച്ച് ഇമാരെ പിടിക്കാൻ നടക്കലൊക്കെ കണ്ടപ്പോഴാണ് ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയ പോരെ. എന്തിനാ ഇമാരെ പിടിക്കാൻ നടക്കുന്നത്? അവര് ഇനി വർക്ക് ചെയ്യാൻ പറ്റാതെ വരുമല്ലേ ചെയ്യുന്നത്. നല്ലൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായത് നല്ലതാണ്, ഇതിനകത്ത് പോയാൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായ പോരെ. പക്ഷെ ഇവിടെ അതല്ല. ഞാനാണ് പറയുന്നത് ഇവൻ പറഞ്ഞോ, ഇവനെ സപ്പോർട്ട് ചെയ്യരുത്, ഇവൻ മറ്റവനെ പറഞ്ഞ ആളാണ്, ഇവൻ മറ്റേതില്ല മറിച്ചില്ല. ഇങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഫോൺ ഞാൻ മേടിച്ചാൽ നിങ്ങൾ മേടിച്ചോണ്ട് പോയിട്ട് ഐഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അത് ഒറിജിനൽ ആണോ നോക്കണം. അത്രയും ചിന്തിച്ചാൽ മതി. അല്ലാതെ ഇത് ആര് തരുന്നു എന്നുള്ളതല്ല, ആ സാധനത്തിന്റെ ക്വാളിറ്റി ഉണ്ടോ, ആ സാധനം പറയുന്ന രീതി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. അതുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയക്കണം. കൂടുതൽ കാര്യങ്ങൾ ഡെയിലി ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ 5 വർഷം കൊണ്ട് നമുക്കിത് പ്രചരിപ്പിക്കാനുണ്ട്. പോരാത്തിന് എല്ലാ മണ്ഡലത്തിലും 140 മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ വേണം. 140 മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരിക്കും. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ കാണത്തുള്ളൂ. അവർക്ക് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യം ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആക്കണം എന്നതായിരിക്കണം. അതിന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. കൂടുതൽ വീഡിയോകൾ ഷെയർ ചെയ്ത് വിടണം. നിങ്ങൾ ഷെയർ ചെയ്ത ആൾക്കാരെ അറിയിക്കുക. മെസ്സേജ് ആക്കി വാട്സപ്പിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ മനസ്സിലാക്കട്ടെ എന്തോരം വീഡിയോ ഇട്ടുണ്ടെന്ന് അറിയാം. ഇനി ഞാൻ ഇതുപോലെ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പറയാം കേട്ടോ. എല്ലാ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പറയത്തില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ ഷെയർ ചെയ്യണം. മനസ്സിലായോ? എന്നിട്ട് ബോധവൽക്കരിക്കുക ആൾക്കാരെ. ഇത് ഞാൻ പറയണ്ട, ഞാൻ പറഞ്ഞൊന്നും കാണണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നോട് ചിലപ്പോൾ പേഴ്സണലി ചിലപ്പോൾ ഇഷ്ടമൊന്നും കാണത്തില്ല. പക്ഷേ ഈ പ്രോഡക്റ്റ് എന്താ നോക്ക്, നമ്മൾ വെച്ചേക്കുന്ന കൺസെപ്റ്റ് നോക്ക്. ഇതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായത് എനിക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല, നിങ്ങൾക്കും ഉണ്ടാകത്തില്ല. ഇത് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഗുണം ഉണ്ടാകുന്നേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് മൃഗങ്ങളും പെടും, പക്ഷികളും പെടും, വൃക്ഷങ്ങളും പെടും, മണ്ണിനെ വരെ പെടും. അപ്പൊ പിന്നെ നമുക്കൊക്കെ എന്ത് പ്രസക്തി? ഒരാൾക്കും ഒരു പ്രസക്തി ഇല്ല ഇവിടെ. മനസ്സിലായി? ഒരു മനുഷ്യനെ വിശ്വസിച്ചല്ല ഒരു കാര്യം ചെയ്യേണ്ടത്. അതിനകത്ത് നമ്മൾ മാറ്റേണ്ടതും ഈ പറഞ്ഞ പോലത്തെ ഒരു മന്ത്രിമാരെ രാജിവെപ്പിക്കലല്ല, ഈ സിസ്റ്റം തന്നെ മാറ്റണം. എന്നാൽ ഇത് ശരിയാകത്തുള്ളൂ. പഴയ ഒരു സിസ്റ്റം മാറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊള്ളാം, അവിടെ ഇരുന്നോട്ടെ, അംബേദ്കറും കൊള്ളാം. പക്ഷേ ഇന്ന് അത് പോരാ. മനസ്സിലായി? ഇന്നത്തെ സിസ്റ്റം സ്ലോ ആണ്, കറപ്ഷന് സാധ്യത ഉള്ളതാണ്. അതിന് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇതിന്റെ സ്പീഡ് കൂട്ടാനുണ്ട്. ഇവിടുത്തെ എല്ലാ സാധനത്തിലും ഒരു മാറ്റം വരുത്താനുണ്ട്.
അത് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം തുറന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ വന്ന് മാറ്റിക്കോളും. അത് അങ്ങനെയാണ് മാറുന്നത്. ഇപ്പോൾ ഈ ചാറ്റ് വിത്ത് ലാരിറ്റി എന്ന് പറഞ്ഞ സാധനം തുറന്നു നോക്കുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ പറയും, നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതൊന്ന് നോക്കണമല്ലോ, ഇതെന്താ ഇങ്ങനെയാണ്, നമ്മൾ എല്ലാവരും തീരുമാനിക്കുന്നത് ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാവുന്നത്. ആ കറക്ഷൻ വരുത്തി കഴിഞ്ഞാൽ സിസ്റ്റം നന്നാവുക. മനസ്സിലാവുന്നുണ്ടോ? പബ്ലിക് ഓഡിറ്റ് ചെയ്യുന്നതോറും സിസ്റ്റം നന്നായിക്കൊണ്ടിരിക്കും. കുറവുകളെല്ലാം നമ്മളിങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കും. ഈസിയായിട്ട് പരിഹരിക്കാൻ പറ്റും. എന്ത് കുറവ് പരിഹരിക്കാൻ പറ്റാത്ത മാനേജ്മെന്റിലും അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ എന്തോ ഇതിനകത്ത് കുറവ്, എന്തോ നമുക്ക് ആൾക്കാർ അക്ഷരം അറിയത്തില്ലേ, ഇവിടെ എന്താ കമ്പ്യൂട്ടറുകളില്ലേ, ഇവിടുത്തെ നെറ്റൊക്കെ ഭയങ്കര സ്പീഡാണല്ലോ, എല്ലാം ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എല്ലാവരോടും ഒന്നിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ഞാൻ ചുമ്മാ പറയാമല്ലോ, എനിക്ക് അങ്ങനെ നേതാവാകാനും ലീഡറാവാനും മുഖ്യമന്ത്രി ആവാനും വേണ്ടിയിട്ടില്ല. എനിക്ക് ഒരു പ്രാവശ്യം മതി, ഒറ്റ പ്രാവശ്യം ഇതൊന്ന് തുറന്ന് കിട്ടിയാണല്ലോ, ഇതങ്ങ് നശിപ്പിച്ചിട്ടൊക്കെ ഇറങ്ങി പോയേക്കാം. പിന്നെ വരുന്നവന്മാരൊന്നും ചെയ്യത്തില്ലല്ലോ, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരുത്തിനൊന്നും ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ ചെയ്യേണ്ടത് ഈ ആപ്പ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഏതെങ്കിലും കമ്പനിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കണം, അവരുടെ പണിയാണ്. അവർക്ക് കാശ് കൊടുത്ത് അവരെ ചെയ്തോളൂ. ഏത് കമ്പനിയാണോ നല്ലൊരു കമ്പനിയെ നോക്കി സെലക്ട് ചെയ്യുന്നു, നല്ലൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, ഇവിടെ വർക്ക് ചെയ്യുന്നവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നു, ഹാപ്പിനെസ് ഇൻഡെക്സ് ഇങ്ങനെ കയറി പോകുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ മാറുന്നു. ഒറ്റ ഒരു സിലബസ്, 3-4 സിലബസ് ഈ ഇന്ത്യ വേണ്ട, അല്ല കേരളത്തിൽ വേണ്ട, ഇന്ത്യയിൽ എന്തെങ്കിലും കാണിക്കട്ടെ മാരന്മാരൊക്കെ. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? മലയാളി പൊളിയല്ലേ, പൊളിഞ്ഞിരിക്കുക, വായും പൊളിച്ച് നിൽക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഈ പൊളിയാന്ന് പറയുന്നത്, വായും പൊളിച്ച് പഴം പൊളി. മലയാളി പൊളിയാന്ന് പറയുമ്പോൾ എനിക്ക് ആകെ തോന്നുന്നു ഇങ്ങനെ മലയാളി വാ പൊളിച്ച്, പിന്നെ മലയാളി പൊളി പഴം പൊളിച്ച്, മലയാളികളെ പൊളിഞ്ഞ് എവിടാന്നറിയാമല്ലോ അല്ലേ, നല്ലപോലെ പൊളിഞ്ഞ്. അപ്പൊ അതാണ് പൊളിയാ, ചിലപ്പോൾ പൊളിക്കും ചിലപ്പോൾ പണിയുന്നൊക്കെ, ഇങ്ങനത്തെ കുറെ ഇടപാടുകൾ.